ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഏക സൃഷ്ടാവും ജഗത് പിതാവും സുപ്രീം ദൈവമായ ഭഗവാൻ നാരായണൻ്റെ വിഷ്ണുഭാവത്തിലുള്ള 24 അവതാരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിഷ്ണു എന്ന് പറയുന്ന ഭഗവാന്റെ സാത്വിക ഭാവമാണ്. അതിൽ ഒന്നാമത്തെ അവതാരം എന്ന് പറയുന്ന ആദിപുരുഷനാണ്. അത് വിഷ്ണു ഭഗവാൻ തന്നെയാണ്. 2 സനകാദി മുനികളാണ്. ഇവർ 5 വയസ്സിന് താഴെയുള്ള 4 മുനികളാകുന്നു. ഇവരുടെ പേര് സനകൻ, സനന്ദൻ, സനാതനൻ, സനത് കുമാരൻ എന്നാണ്. 3ാമത്തെ നാരദനാണ്. 4ാമത്തെ ഇരട്ട അവതാരമായ നരനാരായണനാണ്. 5 കപിലൻ, 6 ദത്താത്രേയൻ, 7 യജ്ഞന്, 8 ഋഷഭൻ, 9 പൃഥു, 10 ധന്വന്തരി, 11 ഹയഗ്രീവൻ, 12 മോഹിനി. മോഹിനി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അത് സ്ത്രീ അവതാരമാണ്. അതുപോലെ 24ാമത്തെ അവതാരമായ കൽക്കി അവതാരവും സ്ത്രീ തന്നെ ആണ്. ഇനി നമുക്ക് അടുത്ത അവതാരങ്ങൾ എന്താണെന്ന് നോക്കാം. 13ാമത്തെ മത്സ്യമാണ്. 14ാമത്തെ കൂർമ്മം, 15 വരാഹം, 16 നരസിംഹം, 17 വാമനൻ, 18 വേദവ്യാസൻ, 19 പരശുരാമൻ, 20 ശ്രീരാമൻ, 21 ബലരാമൻ, 22 ശ്രീകൃഷ്ണൻ, 23 ഈശോ അഥവാ ബുദ്ധാവതാരം, 24 ശ്രീ കൽക്കി രാമൻ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 23ാമത്തെ അവതാരം ബുദ്ധൻ എന്ന് പറയുന്ന എല്ലാവരും ശ്രീബുദ്ധനെ കുറിച്ചാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ശ്രീബുദ്ധൻ ഒരിക്കലും സനാതന ധർമ്മത്തിന് ചേർന്ന കാര്യങ്ങളല്ല പറഞ്ഞിരുന്നു. അദ്ദേഹം ഈശ്വരവിശ്വാസി ആയിരുന്നില്ല, പുനർജന്മത്തിൽ വിശ്വസിച്ചില്ല, ത്രിമൂർത്തികൾ വിശ്വസിച്ചിരുന്നില്ല. ഒരിക്കലും സനാതന ധർമ്മമല്ല അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരേ ഒരു അവതാരം എന്ന് പറയുന്നത് ഈശോ അവതാരം യേശുക്രിസ്തു ആണ്.